ചെറിയ ആളുകൾ പറയുന്ന വലിയൊരു വാക്കാണ് സാധ്യമല്ല, ഇമ്പോസിബിൾ എന്നത്. തൻ്റെ ഉള്ളിലുള്ള കഴിവുകൾ എന്താണെന്നറിയാതെ, തൻ്റെ പവർ എന്താണെന്നറിയാതെ, അതൊന്നും ഉപയോഗിക്കുക പോലും ചെയ്യാതെ ലൈഫിൽ എന്താണോ കിട്ടുന്നത് അത് മതി എന്ന് പറഞ്ഞു പോകുന്നവർ. ഇമ്പോസിബിൾ എന്ന് പറയുന്നത് ഒരിക്കലും സത്യമല്ല, അത് നിങ്ങളെ പിടിച്ചു കിട്ടുന്ന ഒരു കള്ളം മാത്രമാണ്. കുറേ ആളുകൾ പറയാറുണ്ട്, ഞാൻ കുറേ നേരം ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നു, ഞാൻ അതിൽ ഭയങ്കര അഡിക്റ്റഡ് ആണ് എന്നൊക്കെ. ബട്ട് ലെറ്റ് മീ ആസ്ക് യു വൈ? എന്തുകൊണ്ടാണ് നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ഇങ്ങനെ യൂസ് ചെയ്യുന്നത്? ബിക്കോസ് യു ഹാവ് ടൈം. നിങ്ങൾക്കതിന് ഇഷ്ടം പോലെ സമയം കിട്ടുന്നതുകൊണ്ടാണ്. ആൻഡ് നിങ്ങൾ ആ സമയം സ്വയം ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നില്ല. ദാറ്റ്സ് ദ പ്രോബ്ലം ഫ്രണ്ട്സ്. നിങ്ങൾ നിങ്ങളുടെ ഡ്രീംസിൻ്റെ പുറകെ പോയി അത് ഓരോന്നോരോന്നായി അച്ചീവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ മറ്റുള്ളവർ നിങ്ങളെ നോക്കിക്കാണുന്ന രീതി മാറും. ആൻഡ് അതിൽ പലരും സീക്രറ്റ്ലി, രഹസ്യമായിട്ട് നിങ്ങൾ തോറ്റു പോകാനായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടാവും. കാരണം അവരൊന്നിനും ആക്ഷൻ എടുക്കാതെ മടി പിടിച്ചിരിക്കുകയായിരിക്കും. ആൻഡ് നിങ്ങൾ തോൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് ചെറിയൊരു സന്തോഷവും സമാധാനവും ഒക്കെ കിട്ടും. ലൈഫിൽ പ്രോഗ്രസ് എന്ന് പറയുന്നുണ്ടല്ലോ, ഭയങ്കര ബുദ്ധിമുട്ട് നിറഞ്ഞൊരു പാതയാണ്, ഭയങ്കര മോശമായിട്ടുള്ളൊരു പാതയാണ്. ബട്ട് അത് നിങ്ങളെ കൊണ്ടെത്തിക്കുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്തായിരിക്കും. പക്ഷേ മിക്ക ആളുകളും ആ മനോഹരമായിട്ടുള്ള സ്ഥലത്ത് എത്തില്ല. കാരണം അവർ നിരന്തരം പ്രയത്നിച്ചുകൊണ്ടിരിക്കില്ല. ദേ നെവർ പെർസീവിയർ. അവർ അവരുടെ സമയമാവുന്നതിന് മുമ്പ് തന്നെ തോറ്റു പിന്മാറും. ലക്ഷ്യം കാണുന്നതിന് മുമ്പ് ക്വിറ്റ് ചെയ്യും. സോ ഈ ഒരു പാതയിൽ എപ്പോഴും ഒരു ബ്രേക്കിംഗ് പോയിന്റ് ഉണ്ടാവും. ആൻഡ് ആ പോയിന്റിൽ നിങ്ങൾക്ക് തീരുമാനിക്കാം, ഒന്നല്ലെങ്കിൽ തോറ്റു പിന്മാറുക, അല്ലെങ്കിൽ മുന്നോട്ട് തന്നെ പോവാം. നിങ്ങൾ മുന്നോട്ട് പോകാൻ തീരുമാനിക്കുകയാണെങ്കിൽ ദെൻ മുന്നിൽ വരുന്ന പ്രശ്നങ്ങളും ദുരന്തങ്ങളും എല്ലാം നിങ്ങളെ കൂടുതൽ ശക്തിയുള്ളവരാക്കും. ഇറ്റ് സ്ട്രെങ്തൻസ് യു. അതുകൊണ്ട് നിങ്ങൾക്ക് എപ്പോഴും ലൈഫിലൊരു മീനിങ് വേണം, ഒരു പേർപ്പസ് വേണം. ആൻഡ് അതാണ് ഈ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളെ പിടിച്ചു നിർത്താം. ഗെറ്റ് സ്റ്റാർട്ടഡ് ആൻഡ് സ്റ്റേ കൺസിസ്റ്റൻറ്റ്. ഈ ലോകത്തോട് ഷെയർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. ആൻഡ് നിങ്ങൾക്ക് മാത്രമേ അത് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. പക്ഷേ ഉണ്ടല്ലോ, മനസ്സിൽ ഫുള്ള് സെൽഫ് ഡൗട്ട് ആയാലും ആക്ഷൻ എടുക്കാനായിട്ട് എക്സ്ക്യൂസസ് പറഞ്ഞുകൊണ്ടിരുന്നാൽ നിങ്ങൾക്കൊരിക്കലും അതിന് സാധിക്കില്ല. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടാനായിട്ട് ആവശ്യമുള്ളതെല്ലാം നിങ്ങളുടെ കയ്യിൽ തന്നെയുണ്ട്. സോ എവറിത്തിങ് യു വാണ്ട് ടു അച്ചീവ് ഈസ് പോസിബിൾ. അതിനൊരുപാട് സമയം എടുക്കേണ്ടി വന്നേക്കാം, ഒരുപാട് കഷ്ടപ്പെടേണ്ടി വന്നേക്കാം, ഡിസിപ്ലിൻഡ് ആവേണ്ടി വരും. ബട്ട് ഇറ്റ് ഈസ് പോസിബിൾ.